എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രതീഷും അതുപോലെ അനിരുദ്ധും അനന്യയും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, പ്രതീഷെ, ഞാനും അനന്യയും നിന്നോട് കാണിക്കുന്നത് വലിയൊരു ചതി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ കൂടിയും നീ ഞങ്ങളോട് ക്ഷമിക്കണം. സ്വരമോൾ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ലടാ. അതുകൊണ്ട് തന്നെയാണ് നീ ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധ് ഇങ്ങനെ നമ്മുടെ പ്രതീഷിന്റെ കാല് പിടിക്കാൻ തുടങ്ങുകയാണ്. അനന്യക്ക് മനസ്സിലായി അനന്യ കാണിച്ചതും കുറച്ചധികം അധികപ്പറ്റു തന്നെയാണെന്ന്. അതുകൊണ്ട് അവളും പ്രതീഷിന്റെ അടുത്ത് മാപ്പ് ചോദിക്കുമ്പോൾ പ്രതീഷ് പറഞ്ഞു, അതെ, നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞത് കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരമാവില്ലല്ലോ. എന്തൊക്കെ വന്നാലും എന്റെയും സഞ്ജനയുടെയും കുഞ്ഞാണ് സ്വരമോള്. ആ കാര്യം നിങ്ങളങ്ങ് മറന്നു കളയല്ലേ, അതും ബോധപൂർവം മറന്നു കളയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പ്രതീക്ഷ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ജയിലിലായിരുന്ന സമയത്ത് ഞങ്ങൾ അവളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ തന്നെയാ നോക്കിയത് എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കിനും പ്രതീക്ഷ പറഞ്ഞു, സംഭവമൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാനിപ്പോ വന്നില്ലേ, ഞാൻ വന്നു. ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. എൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ തന്നെ സത്യങ്ങൾ പറയണം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷ പറഞ്ഞു. അപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല, തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് അനന്യയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ അനന്യ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറഞ്ഞു, നീ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം താ, ഞങ്ങൾ കാര്യങ്ങൾ കൊച്ചിനെ പറഞ്ഞ് ധരിപ്പിക്കാം, കൊച്ചിന് മനസ്സിലാകും. എന്തായാലും അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും, ദേ, നിങ്ങൾ സത്യങ്ങൾ പറയുന്നില്ലെങ്കിൽ ഇനി ഞാൻ സത്യങ്ങൾ പറയും. അങ്ങനെ ഞാൻ ആ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് നിങ്ങളെ വെറുക്കും. അവളുടെ സ്വന്തം അച്ഛനിൽ നിന്നും നിങ്ങളാണ് കുഞ്ഞിനെ മാറ്റി നിർത്തിയത് എന്നുള്ള കാര്യമൊക്കെ അവൾ ചിന്തിക്കും. അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ എൻ്റെ മോൾക്കുണ്ട്. എൻ്റെ സ്വന്തം രക്തമാണ് അതെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിച്ചു. അവന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലാണ്. അപ്പം ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. പങ്കജിന്റെയും പൂജയുടെയും വിവാഹത്തിന് നമ്മുടെ പൂജ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രഞ്ജിതയ്ക്കാണെങ്കിലോ സുമിത്രയെ വിളിച്ചുകൊണ്ട് നമ്മുടെ പൂജ അങ്ങനെ സംസാരിക്കുകയും കൂടെ ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം ഇവർ മൂന്ന് പേരും കൂടെ ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പങ്കജാണെങ്കിലോ, മമ്മി, എനിക്ക് പുറത്ത് പോയിട്ട് ചെറിയ അത്യാവശ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്ത് പോവാ, നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പങ്കജ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ട് പ്രതീക്ഷ വരികയാണ്. പ്രതീഷിനെ കണ്ടതും പങ്കജ്, ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം, അതെ അതെ, ദേ മമ്മി അകത്തുണ്ട് കേട്ടോ, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോവുക എന്നൊക്കെ പറഞ്ഞ് പ്രതീഷിനോടും യാത്രയൊക്കെ പറഞ്ഞ് പങ്കജകുമാരൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ പ്രതീക്ഷ വന്നതും, പ്രതീക്ഷ വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത വലിയ കാര്യത്തിന് പ്രതീക്ഷനെ വിളിച്ച് അവിടെ ഇരുത്തി. പ്രതീക്ഷ ആണെങ്കിലും വലിയൊരു സന്തോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും രഞ്ജിതയും അരവിന്ദനും ഒക്കെ, എന്താ പ്രതീക്ഷ നിന്റെ മുഖത്തൊരു സങ്കടം? എന്തായാലും നിനക്ക് ഞങ്ങളോട് പറയാമല്ലോ, നിന്റെ എന്ത് പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷനോട് വലിയ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ പ്രതീക്ഷ ആണെങ്കിൽ ആദ്യമൊക്കെ ഒന്നുമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവസാനം അവൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. എനിക്ക് നിങ്ങളോടൊന്നും പറയാത്ത, ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. അപ്പം ആ രഹസ്യം എന്താണെന്ന് രഞ്ജിത ചോദിക്കുമ്പോഴത്തേക്കിനും, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ എന്നെ രക്ഷിച്ചതാണല്ലോ. നിങ്ങളെ ഞാൻ ദൈവങ്ങൾക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പും ഒക്കെ എന്നെ ഉപേക്ഷിച്ച ആ ഒരു സമയത്ത് നിങ്ങൾ മാത്രമല്ലേ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യങ്ങൾ പറയാമെന്നും പറഞ്ഞു പ്രതീക്ഷ സ്വരമോളുടെ ആ ഒരു ജന്മരഹസ്യം അത് തുറന്നു പറയുകയാണ്. സ്വരമോള് അത് അനിരുദ്ധിൻ്റെയും അനന്യയുടെയും കുഞ്ഞല്ലെന്നും അത് തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന തൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യവും പ്രതീക്ഷ ഇങ്ങനെ പറഞ്ഞതും, രഞ്ജിതയ്ക്കിതാ അടുത്ത ഒരു പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. സുമിത്രയെ എങ്ങനെയൊക്കെ തകർക്കാമെന്നുള്ളതിൽ റിസർച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഈ വാർത്ത കേട്ടതും, എന്തായാലും കൊള്ളാം, ഇവനെ ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിർത്തണം. ആ രീതിയിൽ രഞ്ജിത അവിടെ ചിന്തിക്കുമ്പോഴത്തേക്കിനും അരവിന്ദനാണെങ്കിലോ ആ അവസരത്തില്, ദേ പ്രതീക്ഷ, നീ ഒന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സഹായവും ഞാനും രഞ്ജിതയും മുന്നിട്ട് നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രതീക്ഷനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷം ലഭിക്കാനേ ഇല്ല. അങ്ങനെ പ്രതീഷിന്റെ ജീവിതത്തിൽ സംഭവിച്ച ട്രാജഡികളൊക്കെ രഞ്ജിത ഇങ്ങനെ ചെകഞ്ഞെടുക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് പ്രതീഷ് എന്തിന്റെ പേരിലാണ് ജയിലിൽ പോയതെന്നും. പ്രതീഷ് സ്വന്തം ഭാര്യയെ കൊന്ന കുറ്റത്തിനാണ് ഇത്രയും കാലവും ജയിൽ ശിക്ഷ അനുഭവിച്ചത്
സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞപ്പം രഞ്ജിതയാണെങ്കിൽ ഇവൻ താൻ വിചാരിക്കുന്ന പോലെയുള്ള ഒരുത്തനൊന്നും അല്ല, ഇവൻ ഭീകരനാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പം അരവിന്ദന് ചെറിയൊരു ഭയവും അതുപോലെ തന്നെ ഒരു പേടിയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, പ്രതീക്ഷേ ദേ ഓട്ടോ ഉള്ളപ്പോൾ നിന്നെ വിളിക്കാട്ടോ, ഇപ്പൊ നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ അവിടുന്ന് പോയ ആ ഒരു സമയത്ത് രഞ്ജിതയും അരവിന്ദനും കൂടെ, അരവിന്ദേട്ടാ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നമുക്ക് സുമിത്രയെ ഇല്ലാതാക്കണം, സ്വത്തുക്കളെ മുഴുവനും നമ്മുടെ അധീനതയിലാക്കണം, സുമിത്രയുടെ ശ്രീനിലയം അത് നശിപ്പിച്ചെടുക്കണം. ആ രീതിയിൽ ദാ ഇപ്പൊ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന വിത്ത് ഇവനെ കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പങ്കജ് വീട്ടിൽ നിന്ന് മുങ്ങിയല്ലോ പുള്ളിക്കാരൻ പോയത് ചെറിയൊരു സെറ്റപ്പ് പരിപാടിക്കൊക്കെയാണ്. അപ്പം ഇവൻ അവിടെ ആ ഒരു കാര്യമൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്കിനും ഒരു ഹോട്ടൽ റൂമിൽ പോവാണ് ആശാൻ. അവിടെ അവൻ്റെ ഒപ്പം ഒരു പെൺകൊച്ചും ഉണ്ട്. അപ്പം ഇവരെ കണ്ട് നമ്മുടെ അപ്പു ആണെങ്കിൽ ഫോളോ ചെയ്ത് പോവാണ്. ഇവൻ എന്തോ തരികിടയാണ് എന്നുള്ള കാര്യം അപ്പുവിന് നേരത്തെ തന്നെ അറിയാമല്ലോ. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പൂജയാണെങ്കിൽ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത ഒരവസ്ഥ ാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെളിവ് സഹിതം ഇവനെ പൂട്ടണമെന്ന് വിചാരിച്ച് അപ്പു അവന് പിന്നാലെ പായാണ്. അങ്ങനെ പങ്കജും ആ ഒരു പെങ്കൊച്ചും കൂടെ ഹോട്ടൽ റൂമിൽ ചെന്നു. അപ്പൊ അവിടെ റൂം എടുത്ത് ഇവര് നല്ല സ്നേഹത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ലവ് ബേർഡ്സ് ഒക്കെ നടക്കുന്നത് പോലെ അത്ര കണ്ട് സ്നേഹത്തിൽ ഇങ്ങനെ ഒട്ടി നടക്കുന്നത് കാണുമ്പം നമ്മുടെ അപ്പൂനാണെങ്കിൽ ഇത് തന്നെ എടുത്തിട്ട് പൂജയെ കാണിക്കാമെന്ന് വിചാരിച്ച് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ പങ്കജാണെങ്കിലോ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പു നേരെ പോവാണ് രഞ്ജിതയുടെ ഓഫീസിലേക്ക്. അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന പൂജയെ ചെന്ന് കണ്ടു. പൂജയോടാണെങ്കിൽ, പൂജ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പുവേട്ടാ, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലാന്ന്. അല്ല, നിങ്ങൾ എന്ത് കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്? ഒന്നെങ്കിൽ രഞ്ജിതാൻ്റിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം, അല്ലെങ്കിൽ അപ്പു നിങ്ങൾ പറയുന്നത് പങ്കജിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റമായിരിക്കും. എനിക്കിത് രണ്ടും കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് പൂജ മോഹൻ തിരിക്കുന്ന ആ ഒരു സമയത്ത്, എടി നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നിരിക്കും. ദേ നിന്നെ ഉണ്ടല്ലോ അവൻ പച്ചയ്ക്ക് ചതിക്കുകയാണ് എന്നും പറഞ്ഞ് നമ്മുടെ പങ്കജും ആ ഒരു പെങ്കൊച്ചും കൂടി പോയ വീഡിയോ അതെടുത്ത് വെച്ച് പൂജയെ കാണിക്കുകയാണ്. പൂജ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയും ബോധവും ഇല്ലാത്തതാണ് എന്നുള്ള രീതിയിൽ നമുക്കും പല കമൻസ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെയോ ചിന്താശേഷി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പൂജ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പങ്കജ് വലിയൊരു ഫ്രോഡാണ് എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അത് കണ്ട പാടെ അവളങ്ങ് ഞെട്ടി എഴുന്നേറ്റു. അപ്പൂട്ടാ, നിങ്ങൾ ഈ കാണിച്ചത് സത്യം തന്നെയാണോ? എടി നിനക്ക് ഇതിലും വലിയൊരു തെളിവ് ഞാൻ വെച്ചിട്ടുണ്ട്. അവനുള്ള സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അപ്പു പൂജയെ പിടിച്ച പിടിയാൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പൂജയും നമ്മുടെ അപ്പവും കൂടെ പങ്കജുള്ള ആ ഒരു ഹോട്ടൽ റൂമിൽ എത്തുകയാണ്. ഇവിടെ ചെല്ലുമ്പോഴാണെങ്കിലും പൂജയ്ക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. തന്നെ അവൻ ഇങ്ങനെ പച്ചയ്ക്ക് ചതിച്ചല്ലോ എന്നുള്ള ആ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ ആ ഒരു റൂമിൻ്റെ വെളിയിൽ വന്നിട്ട് ബെല്ലടിക്കുന്ന സമയത്ത് നമ്മുടെ പങ്കജാണ് വാതിൽ തുറക്കുന്നത്. പങ്കജ് തുറന്നതും അവൻ ആദ്യം കാണുന്നത് അപ്പുവിനെയാണ്. അപ്പുവിനെ കണ്ടപ്പോൾ തന്നെ, അല്ലടാ നീ എന്തിനാ ഇവിടെ വന്നേന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പുവിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം അപ്പു ആണെങ്കിൽ, ഞാൻ തനിച്ചല്ലടാ വന്നത്, നിന്റെ ചില ഇടപാടുകൾ വേറെ ചില ആൾക്കാരെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം അകത്ത് ആ ഒരു റൂമിൽ വേറൊരു ലേഡി അവിടെ കട്ടിൽ കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പങ്കജ് നോക്കുന്ന ആ ഒരു സമയത്ത് പൂജ അവൻ്റെ നേർക്ക് നേരെ നിന്ന് അവനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചു. എടാ നീ ഇത്ര വലിയൊരു ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നിന്റെ ഈ ഒരു തനി നിറം അത് അപ്പുവട്ടം കാരണമാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും കാലവും നീ നല്ലവനാണെന്നും വിചാരിച്ച് ഞാൻ നിന്നോടുള്ള വിവാഹത്തിന് വരെ സമ്മതിച്ചു. ഇനി എന്തായാലും ഈ പൂജ മാറി ചിന്തിക്കും. എൻ്റെ അമ്മ തന്നെയാടാ ശരിയെന്നും പറഞ്ഞ് പങ്കജിനെ ആട്ടുന്നത് പോലെ രണ്ട് വർത്തമാനം പറഞ്ഞ് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോയാണ് ദാ കുടുംബങ്ങളൊക്കെ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്